Now, when we are talking about the circulation, the blood that is traveling within our body, our blood എന്ന് പറയുന്നത് it is centralized or starting from the heart. Okay, the heart is the central place of this circulation. ഈ ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊപ്പൽസീവ് ഫോഴ്സും കൊണ്ടാണ് ഈ ബ്ലഡ് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് അതിനുള്ള ഓക്സിജൻ സപ്ലൈയും എല്ലാം കൊടുക്കുന്നത്. സോ ദിസ് സർക്കുലേഷനെ പറ്റിയാണ് നമ്മളിനി മുന്നോട്ട് സംസാരിക്കാൻ പോകുന്നത്. ദ ബ്ലഡ് ദാറ്റ് ഇസ് ഫ്ലോയിങ് ത്രൂ ദി ബ്ലഡ് വെസൽസ്, ദാറ്റ് blood that is flowing through the blood vessels are divided into two parts of circulation. രണ്ട് തരം സർക്കുലേഷൻ ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദി ഏട്രിയൽ സിസ്റ്റം ആൻഡ് ദി വീനസ് സിസ്റ്റം. നൗ ഈ ഏട്രിയൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാരീസ് ദി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓർ ഇറ്റ് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് ആൻഡ് ദേ എൻഡ് ഇൻ capillaries. So that away from the heart will always be oxygenated blood. ഹാർട്ടിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് അവിടുന്ന് പോകുമ്പോൾ ഇറ്റ് ഈസ് ദി ഓക്സിജനേറ്റഡ് ബ്ലഡ് ദാറ്റ് ഈസ് ഗോയിങ് അവേ ഫ്രം ദ ഹാർട്ട് ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദി capillaries. Now the venous circulatory system എന്ന് പറയുന്നത് is the system that carries blood from different parts of the body towards the heart, and they begin from the capillaries and reach the superior and inferior vena cava. Now ഈ ബ്ലഡ് വെസൽസ് ഏതൊക്കെ തരം നമ്മൾ ആദ്യമേ സംസാരിച്ചു. ആർട്ടറീസ്, കാപ്പിലറീസ്, വെയിൻസ് ആണ് മൂന്ന് ബ്രോഡായിട്ട് അയോട്ടയിൽ നിന്ന് തുടങ്ങിയിട്ട് വീന കേവ വരെയാണ് വരുന്നത്. ആർട്ടറീസ്, കാപ്പിലറീസ്, വെയിൻസ്, ഈ ബ്ലഡ് വെസൽസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം മെയിനായിട്ട് വരുന്നത്. ഇനി സർക്കുലേഷൻ is broadly divided into two parts: greater circulation and lesser circulation. Greater circulation എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഗ്രേറ്റർ എന്ന് വെച്ചിരിക്കുന്നത് ബിക്കോസ് ഇറ്റ് ട്രാവൽസ് എ ലാർജ് ഏരിയ ആൻഡ് സപ്ലൈസ് ബ്ലഡ് ടു എ ലാർജർ ഏരിയ ഇൻ ദി ബോഡി ആൻഡ് ഇറ്റ് ഇസ് ദി സിസ്റ്റമിക് സർക്കുലേഷൻ. ഗ്രേറ്റർ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓൾ യുവർ സിസ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് is through this circulation, so it is the systemic circulation. Lesser circulation is the pulmonary circulation, where ലങ്സിലോട്ട് മാത്രം ചെറിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഫ്രം ദി ഹാർട്ട് ടു ദി ലങ്സിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ സർക്കുലേഷനെ മാത്രമാണ് ലെസർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ട്രാവൽസ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. നൗ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഗ്രേറ്റർ സർക്കുലേഷൻ എന്താണ്, ലെസർ സർക്കുലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. Greater circulation or the systemic circulation എന്ന് പറയുന്നത് it starts from the left ventricle of the heart, and from the left ventricle oxygenated blood or the pure blood is pumped into the aorta, and from the aorta it divides into several branches, giving rise to several branches which gives rise to small arteries and then into arterioles. Okay, so left ventricle in start ചെയ്ത് അയോട്ടയിലോട്ട് പോയിട്ട് അയോട്ടയിൽ നിന്ന് സെവറൽ ബ്രാഞ്ചസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ ആർട്ടറീസിലോട്ട് പോയിട്ട് ആൻഡ് എൻഡ് അപ്പ് ഇൻ ടു ആർട്ടീരിയോൾസ്. ആൻഡ് ഈ ബ്ലഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ദി ആർട്ടീരിയോൾസ്, ബ്ലഡ് കമ്മിങ് ത്രൂ ദി അയോട്ട റീച്ചസ് ഓൾ പാർട്സ് ഓഫ് ദി ബോഡി എക്സെപ്റ്റ് ദി lungs. All these blood that is coming through these branches supplies to all parts of the body except the lungs. And the deoxygenated blood, that is ventriculus in start ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ടിഷ്യൂസ് വരെ എത്തിക്കഴിയുമ്പം അവിടെ നിന്ന് ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലോട്ട് പോയിട്ട് ആ ടിഷ്യൂസിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഈ ബ്ലഡിലോട്ട് കയറും. ഇറ്റ് ഈസ് ബീങ് transferred from the tissues into the blood, the impure blood from various parts of the body. It is collected through many venules, small veins, and ultimately through the superior vena cava and inferior vena cava, and the deoxygenated blood coming through the long veins enter the right atrium. ഇത്രയും വരെ വരുന്നതാണ് ദി
greater circulation എന്ന് പറയുന്നത്. The part of the circulation starting from the left ventricle to the right atrium is known as greater circulation because it travels a longer distance and covers a wider area. It is called systemic circulation because it covers all the systems except the lungs. So this is the greater circulation. ഇനി lesser circulation എന്ന് പറയുന്നത് എന്താണ്, or the pulmonary circulation എന്ന് പറയുന്നത് എന്താണ്? It starts from the right ventricle. മറ്റേത് ലെഫ്റ്റ് ആയിരുന്നു, ഇതിപ്പം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. From here the right ventricle carries the deoxygenated blood or the impure blood. 1 minute.